ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ എൻ ശ്രീകുമാർ നമുക്കും ചേരും. ശ്രീ എൻ ശ്രീകുമാർ, നിലമ്പൂരിൽ വലിയ പ്രതീക്ഷയോടുകൂടി പ്രചാരണം തന്നെ തുടങ്ങിയിരിക്കുന്നു. പ്രതീക്ഷ എന്ന് പറയുന്നത് 100 അല്ല 101%. അതിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തിയില്ലെങ്കിൽ കോടതിയിൽ വരെ പോകുമെന്ന് പറഞ്ഞ PV അൻവറിനും കൂടെ ഒരു വശത്ത് നിർത്തിയിരുന്നു UDF. ആ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഈ തിരിഞ്ഞടിക്കുമ്പോൾ ഒരുപക്ഷെ വേലിയിൽ കിടന്നതെടുത്ത് തോളിൽ വെച്ചു എന്ന് വിചാരിക്കുന്നുണ്ടാകുമോ കോൺഗ്രസ് ക്യാമ്പ്? ഇല്ലില്ല, അൻവറിന്റെ രാഷ്ട്രീയം നമുക്ക് അറിയാവുന്നതല്ലേ. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ സ്വന്തം ആളായിരുന്നു. അദ്ദേഹം പാർട്ടിയിലത്തെ ചില പ്രശ്നങ്ങളും മുന്നണിയിലെ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യമൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ആ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം പുറത്തു വന്നപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നു. അതിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു സമ്മർദ്ദ രാഷ്ട്രീയം വേണ്ട പോലെ ഫലപ്രദമായില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്. ആ തീരുമാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നുള്ളതായിരുന്നു. അത് രാഷ്ട്രീയത്തിൽ അങ്ങനെ നടക്കണമെന്നില്ല. ഒരു വ്യക്തിയല്ലല്ലോ രാഷ്ട്രീയത്തിലെ പ്രസ്ഥാനമല്ലേ എപ്പോഴും വലുത്. അപ്പൊ അതുകൊണ്ട് ആ സമ്മർദ്ദ രാഷ്ട്രീയം ഫലപ്രദമാകാതെ ഇരുന്നപ്പോൾ അൻവറിന്റേതായ ചില നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് UDF-ന് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് വീണ്ടും പോയി. ഇപ്പോൾ ഇതാ അൻവർ അദ്ദേഹം പറയുന്നു KC വേണുഗോപാലിലേക്ക് ഞാൻ പോവുകയാണ്. KC വേണുഗോപാലിലേക്ക് പോവുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പ്രശ്നപരിഹാരം എന്നുള്ളതാണ്. അവിടെ എന്ത് സംസാരിച്ചു എന്നുള്ളതല്ല. അത് രാഷ്ട്രീയത്തിലെ ഈ ഉഭയകക്ഷി സംസാരം ഒരിക്കലും പുറത്തു പറയില്ല. അപ്പൊ KC വേണുഗോപാൽ എനിക്ക് വേണ്ടത്ര ഉറപ്പ് നൽകി എന്ന രീതിയിലെടുത്ത് വേണുഗോപാലിനെ കൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിപ്പിച്ചിട്ട് ആ പ്രശ്നം അങ്ങ് തീരും. അതായത് രാഷ്ട്രീയത്തിലെ പക്ഷേ എൻ ശ്രീകുമാർ, ആ പ്രശ്നം അങ്ങനെ തീരുമ്പോഴേക്കും VD സതീശനെതിരെ ഉന്നയിച്ചതൊക്കെ അവിടെ നിൽക്കുന്നു. നിയമസഭയിൽ 150 കോടി പറഞ്ഞു തുടങ്ങിയ അൻവറാണ്. ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ നന്ദികേട് കാണിച്ചു, വസ്ത്രക്ഷേപം നടത്തി. ഇതൊക്കെ ആരെയാണ് പറയുന്നത്? K സുധാകരനല്ല, രമേശ് ചെന്നിത്തലയല്ല, K മുരളീധരനല്ല. ഇപ്പുറത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടി പോലും തനിക്കൊപ്പമാണ്. പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഒറ്റ ഒരാളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷ നേതാവിന് ഈ തരത്തിലുള്ള വിമർശനം നടത്തിയിട്ട് KC വേണുഗോപാൽ ഒരു പ്രസ്താവന ഇറക്കി അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നൽകുമ്പോൾ അങ്ങനെ സ്വീകരിക്കാൻ കഴിയുമോ അൻവറിനെ? അല്ല, അൻവറിനെ UDF-ൽ സ്വീകരിക്കുന്നല്ലോ എന്റെ അർത്ഥം. UDF-ന് പിന്തുണ കൊടുക്കാനുള്ള ഒരു നീക്കമല്ലേ. അൻവറിന്റെ UDF-ലേക്കുള്ള പ്രവേശനമൊന്നും KC വേണുഗോപാൽ അല്ലല്ലോ നടത്തേണ്ടത്. അത് കേരളത്തിലെ UDF ആ പിന്തുണ തന്നെ എങ്ങനെ മുഖവിലക്കെടുക്കും ഇനി UDF? ഏത് തരത്തിൽ മുഖവിലക്കെടുക്കും? എങ്ങനെ വിശ്വസിക്കും? അത് നോക്കൂ, രാഷ്ട്രീയത്തില് ഒരു മുന്നണിയിൽ നിന്ന് പിന്തുണയ്ക്കണമെന്നില്ലല്ലോ. പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്ന സംവിധാനമില്ലേ. ഇപ്പൊ പാരലായിട്ട് അൻവറിനെ സഞ്ചരിക്കാം. UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അൻവറിന്റെ പാരലായിട്ട് സഞ്ചരിക്കാം. UDF സംവിധാനത്തിൽ വന്ന് പ്രസംഗിക്കണമെന്നില്ല. കാരണം താൻ ഉന്നയിച്ച ഒരു ലക്ഷ്യം അത് ഫലപ്രാപ്തിയിലെത്താനുള്ള ഒരവസരം വരുമ്പോൾ ആ അവസരം ഇല്ലാതാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ UDF-നെ പിന്തുണയ്ക്കുന്നു. അതിൽ അദ്ദേഹം ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞതും അതുപോലെ സതീശിനെ കുറിച്ച് പറഞ്ഞതും പുതുമയുള്ള കാര്യമല്ല. അതൊക്കെ രാഷ്ട്രീയത്തിനതൊക്കെ ഒരു ദിവസം കൊണ്ട് മാഞ്ഞു പോകുന്ന പ്രശ്നമേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ എന്തിനാണ് സ്ഥിരതയുള്ളത്? വാക്കിന് എന്തെങ്കിലും സ്ഥിരതയുണ്ടോ? ഇല്ല. മുന്നണി ബന്ധങ്ങൾക്ക് സ്ഥിരതയുണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ലക്ഷ്യപ്രാപ്തിയാണ് പ്രധാനം. ലക്ഷ്യപ്രാപ്തി എന്ന് പറയുമ്പോൾ അൻവറിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യപ്രാപ്തി പിണറായി ഗവൺമെന്റിൽ നിന്നാണ്. അവിടെ LDF-നെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. LDF-നെ തോൽപ്പിക്കാനുള്ള അവസരം കളഞ്ഞു വിളിച്ചാൽ അൻവർ എന്ന രാഷ്ട്രീയം അവിടെ ഇല്ലാതാകും. കേരളത്തിൽ അൻവർ രാഷ്ട്രീയം അസ്തമിക്കും. ആ ഒരു ആത്മഹത്യാപരമായ നീക്കത്തിലേക്ക്, രാഷ്ട്രീയ ആത്മഹത്യാപരമായ നീക്കത്തിലേക്ക് അൻവർ പോകുമെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരൊറ്റ വിഷയം കൂടി ശ്രീ ശ്രീകുമാർ, ഷൗക്കത്തിന് എതിരാണ് താൻ. വ്യക്തിപരമായിട്ട് തനിക്ക് എതിർപ്പുണ്ട്. പക്ഷെ ഈ സമയത്തല്ല നിർത്തണമെന്ന് പറയുമ്പോൾ ഏത് ചെകുത്താനം നിർത്തിയാലും ജയിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് പറഞ്ഞു ഏത് വടിയും നിർത്തിയാലും ജയിക്കുമെന്ന് പറയുന്നു. ഷൗക്കത്തിനെ ആ തരത്തിൽ ആക്രമിക്കുന്നുണ്ട് PV അൻവർ. ഇനി ഈ തരത്തിൽ UDF-ന് ഒരു പിന്തുണ നൽകുകയാണെന്ന് പറഞ്ഞാലും അത് പ്രചാരണത്തിലേക്ക് എത്തുമ്പോൾ അതൊരു ആശങ്ക ക്യാമ്പിനുണ്ടാവില്ലേ? ഒരാശങ്കയൊന്നുമില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസം കൊണ്ടങ്ങ് മാഞ്ഞു പോകുന്നതാണ്. ചുമരെഴുതിയ സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിച്ച നാടാണ് കേരളം, അറിയാമല്ലോ. അതുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയ ചരിത്രമുള്ള നാടാണ് തൃശ്ശൂര്. എത്രയോ സംഭവങ്ങൾ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ. അവ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ജയപരാജയം നടക്കുന്ന ഒരു യുദ്ധത്തില് ജയം സാധ്യമാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒപ്പം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അൻവറിന്റെ രാഷ്ട്രീയം അവിടെ UDF-നൊപ്പമാണെന്ന് യാതൊരു സംശയമില്ല. അവർ അൻവർ UDF-നൊപ്പം നിൽക്കുന്നു. നിങ്ങൾ അതിനെ കീഴടങ്ങൽ എന്നൊന്നും വ്യാഖ്യാനിക്കാൻ പോകണ്ട. അൻവറിന്റെ ആ ഒരു സമരം അത് പരാജയപ്പെടുന്നു UDF-മായിട്ട്. അവിടെ അദ്ദേഹം സന്ധി ചെയ്യാൻ തീരുമാനിക്കുന്നു UDF-മായിട്ട്.
അങ്ങനെ സന്ധി ചെയ്യുമ്പോൾ സമരം ചെയ്താൽ സന്ധി ചെയ്യണം. അങ്ങനെ സന്ധി ചെയ്യുമ്പോൾ അൻവർ അവിടെ പരാജയപ്പെടുന്നുമില്ല. UDF അവിടെ വിജയിച്ചു എന്ന് പറഞ്ഞാൽ UDFന്റെ ഒപ്പം നിർത്താൻ അവരുടെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ള വലിയ കാര്യമാണ്. കാരണം അൻവർ എന്ന വ്യക്തിയുടെ സമ്മർദ്ദ രാഷ്ട്രീയം UDFന്റെ അടുത്ത് ചെലവായില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ അൻവർ ഉന്നയിച്ച രാഷ്ട്രീയം ഫലപ്രദമാകാൻ അൻവറിനാണ് ആവശ്യം, UDFനല്ല. അവിടെ UDF തോറ്റിട്ട് LDF ജയിച്ചാലും രാഷ്ട്രീയ പരാജയമായിട്ട് UDF കണക്കാക്കി പോക്കണം, അവരുടെ മണ്ഡലമാണ്. മറിച്ച് അൻവർ അതായത് ഏതെങ്കിലും തരത്തിൽ അൻവർ ഒരു സ്ഥാനാർത്ഥിയായി വരികയില്ല എന്നുകൂടെ കരുതുന്നുണ്ടോ? അതായത് ഇനിയിപ്പോ തൃണമൂല് പറയുകയാണെങ്കിൽ മമത പറയുന്നു തന്നോട് മത്സരിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, താൻ തീരുമാനിക്കും, KC വേണുഗോപാൽ പറയട്ടെ എന്നൊക്കെ പറയുന്നിടത്ത് 1-2 ദിവസം കഴിഞ്ഞിട്ട് താനിവിടെ മത്സരിക്കും എന്ന് അൻവർ പറഞ്ഞാലും അത് UDF ഏതെങ്കിലും തരത്തിലുള്ള ഒരു വോട്ട് ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയായിട്ട് കണക്കാക്കുന്നില്ല. നോക്കൂ, അവരുടെ അൻവറിന്റെ സൂത്രങ്ങളൊക്കെ അല്ലേ അത്, മമത 10 മന്ത്രിമാരെന്നൊക്കെ പറഞ്ഞേ, അതൊക്കെ ഒരു രാഷ്ട്രീയ സൂത്രവാചകങ്ങളായിട്ട് എടുത്താൽ മതി. ഇവിടെ KC വേണുഗോപാലിലേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയുന്നൊക്കെ മനസ്സിലാക്കാം, പ്രശ്നം തീർന്നു. അൻവർ ഇനി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തില്ല, അൻവറും മത്സരിക്കില്ല. അൻവർ UDFന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതാണ് നല്ല രാഷ്ട്രീയം അൻവറിന്റെ. അതല്ല അൻവർ അരിശം മൂത്ത് ഇനിയും അവിവേകം കാണിക്കാനാണ് തീരുമാനമെങ്കിൽ അൻവർ എന്ന രാഷ്ട്രീയം നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇല്ലാതാകും. ഒറ്റ കാര്യം കൂടി എൻ ശ്രീകുമാർ, ഒന്നും കൂട്ടിയാൽ 2 അല്ല രാഷ്ട്രീയത്തിൽ എന്നുള്ളത് കൊണ്ടാണ് പാലക്കാട് ഈ തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിനു ശേഷമുള്ള ചില പുകച്ചിലുകളൊക്കെ കണ്ടതാണ് UDFിലും കോൺഗ്രസിലും ഒക്കെ. പക്ഷേ ഷാഫി പറമ്പലിനെ പോലെ ആ തരത്തിൽ ഒരു സ്വാധീനമുണ്ടായിരുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് കോൺഗ്രസിന് അത് മറികടക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞു. ഈ തരത്തിൽ VD സതീശനെതിരെ ആക്രമണം നടത്തുക, K സുധാകരനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും ഒക്കെ തനിക്കൊപ്പമാണ് എന്ന് പറയുക, സതീശനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അൻവർ ഈ പറയുന്ന വാക്കുകൾ, അൻവർ ഈ നടത്തുന്ന ആക്രമണം ഒരുപക്ഷെ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഉയരുന്ന ഏതെങ്കിലും പിളർപ്പിന്റെ ഭാഗമാണെന്നൊക്കെ രാഷ്ട്രീയമായി വിലയിരുത്തിക്കൂടായികയില്ല ആരെങ്കിലും. ഇല്ല, VD സതീശനുമായിട്ട് അൻവറിനുള്ള ഒരു പിണക്കം എന്ന് പറയുന്ന അദ്ദേഹം അഴിമതി ആരോപണം ഉന്നയിച്ച ശേഷം സതീശന്റെ ഒരു അഭിപ്രായം പിന്നെയുണ്ട്. അത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു വാക്കാണ് സ്വാഭാവികം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇവിടെ രാഷ്ട്രീയം അതല്ല. ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുന്നണി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു തെരഞ്ഞെടുപ്പില് അൻവർ നിൽക്കുന്ന അൻവർ ഒരു പാളയത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ആ പാളയത്തെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ജയം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ തയ്യാറാകുമോ? ഇല്ല. അതുകൊണ്ടാണ് അൻവർ ഇപ്പൊ ചെറുതായിട്ടൊന്ന് ക്ഷീണം സംഭവിച്ചാലും UDFനൊപ്പം നിൽക്കുക. രാഷ്ട്രീയം പറഞ്ഞില്ല, ഇന്നത്തെ രാഷ്ട്രീയം അല്ലല്ലോ നാളെ. അതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞാൽ രാഷ്ട്രീയം മാറുന്ന നമ്മുടെ നാട്ടില് ഇതൊരു വിഷയമേ അല്ല. അപ്പൊ അൻവർ ഇപ്പോൾ UDFനൊപ്പം നിന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ രാഷ്ട്രീയം വേറെ ആയിരിക്കും, സംശയം വേണ്ട. ഒരു UDF രാഷ്ട്രീയമായിരിക്കും. അവിടെ RMPയെ പോലെയോ അല്ല ഫോർവേഡ് ബ്ലോക്കിനെ പോലെയൊക്കെ അൻവറും ഉണ്ടാവും. യാതൊരു സംശയമില്ലാത്ത കാര്യമല്ലേ അത്. ഇത് അൻവർ ഒരു വ്യക്തിയും മറ്റുള്ള 2 പാർട്ടിയുമാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ RMP എന്ന് പറയുന്നത് കേരളത്തിലുള്ളവർക്ക് അറിയാം RMPയുടെ സ്വഭാവം, ഫോർവേഡ് ബ്ലോക്കിന്റെ സ്വഭാവം നമുക്കറിയാം. മറിച്ച് അൻവർ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന 1-2 നേതാക്കളും പാർട്ടികളും ഒക്കെ വേറെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏത് തൃണമൂൽ കോൺഗ്രസിലാണ് അൻവർ എന്ന് പോലും നമുക്ക് വ്യക്തമല്ല. തൃണമൂലിന്റെ ചില നേതാക്കളുടെ അഭിപ്രായം ഭിന്നതയൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പൊ അൻവറിനെ സംബന്ധിച്ചോളം അൻവർ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അദ്ദേഹം UDFന്റെ ഒരു ഭാഗമായിട്ട് അടുത്ത തവണ നിൽക്കും. ഇപ്പൊ PC ജോർജ് എത്ര കാലം UDFന്റെ ഭാഗമായിട്ട് നിന്ന് ജനപക്ഷം എന്നൊരു കടലാസ പ്രസ്ഥാനവുമായിട്ട് അതുപോലെ നിൽക്കും. അത് ഞാൻ സംശയമില്ലാത്ത കാര്യം. പക്ഷെ അൻവർ ഇന്നെടുത്ത അൻവറിന്റെ രാഷ്ട്രീയം കുറച്ച് ബുദ്ധിപരമാണ്, സംശയമൊന്നും വേണ്ട. ഓക്കെ, നന്ദി. എൻ ശ്രീകുമാർ കൂടിയാണ് പ്രതികരിച്ചത്. ഏതായാലും PV അൻവറിന്റെ നീക്കങ്ങൾ അടുത്ത 2 ദിവസത്തിനുള്ളിൽ KC വേണുഗോപാലുമായി സംസാരിച്ച് അദ്ദേഹം ഒരു തീരുമാനമെടുത്തതിനു ശേഷം താൻ പറയാം സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അടക്കം PV അൻവർ പറയുന്നു. രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അൻവർ പോകുന്നതെങ്കിൽ ആ PVR ഇഫക്റ്റ് തന്നെ, അൻവർ രാഷ്ട്രീയം തന്നെ നിലമ്പൂരിൽ അവസാനിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ്. അതോ സമ്മർദ്ദത്തിന് വഴങ്ങി UDFന് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അൻവർ സ്വയം വരുമോ എന്നുള്ളതാണ്.